ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ ചാപ്റ്റർ 1 റാഷണൽ നമ്പേഴ്സിലെ കുറച്ച് പ്രോബ്ലംസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് -5/9. അപ്പോൾ നമുക്ക് ഈ -5/9ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്താൽ നമുക്ക് 0 കിട്ടും? അതായിരിക്കും -5/9ൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ്. അപ്പോൾ -5/9ൻ്റെ കൂടെ നമുക്ക് +5/9 ആഡ് ചെയ്താലല്ലേ 0 കിട്ടുക. അപ്പോൾ -5/9ൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്താണ്? +5/9. പിന്നെ നമ്മൾ ഈ പോസിറ്റീവ് ഒന്നും എഴുതില്ലല്ലോ, വെറുതെ 5/9 എഴുതിയാൽ മതി. അപ്പോൾ ക്വസ്റ്റ്യൻ നെഗറ്റീവ് ആണെങ്കിൽ അഡിറ്റീവ് ഇൻവേഴ്സ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, -6/5. ഇവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നെഗറ്റീവ് സൈൻ ഉണ്ട്, അതുകൊണ്ട് നമുക്കതിനെ ക്യാൻസൽ ചെയ്ത് കളയാം. 6/5 എന്ന് കിട്ടും. ഇനി 6/5ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്താൽ നമുക്ക് 0 കിട്ടും? 6/5ൻ്റെ കൂടെ നമുക്ക് -6/5 ആഡ് ചെയ്താൽ 0 കിട്ടും. അപ്പോൾ 6/5ൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് -6/5. അപ്പോൾ ക്വസ്റ്റ്യൻ പോസിറ്റീവ് ആണെങ്കിൽ ആൻസർ നെഗറ്റീവ് ആയിരിക്കും, ക്വസ്റ്റ്യൻ നെഗറ്റീവ് ആണെങ്കിൽ ആൻസർ പോസിറ്റീവ് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് ദ ഫോളോയിങ്. ഈ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? റെസിപ്രോക്കൽ അല്ലേ. അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഓഫ് എ നമ്പർ, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ -17. അപ്പോൾ -17നോടുകൂടി എന്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഡക്റ്റ് 1 ആയി കിട്ടും. അതാണ് അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. അപ്പോൾ -17നെ നമുക്ക് വേണമെങ്കിൽ -17/1 എന്ന് എഴുതാം. ഇനി ഇതിൻ്റെ റെസിപ്രോക്കൽ എന്തായിരിക്കും? 1/-17. ഇനി നമുക്ക് -17 ഇൻറ്റു 1/-17ൻ്റെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 17 ക്യാൻസൽ ചെയ്യാം. ഈ -7 കൂടെ ക്യാൻസൽ ആയി പോകും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രോഡക്റ്റ് 1 കിട്ടും. അപ്പോൾ -17ൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് അല്ലെങ്കിൽ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/-17. അടുത്ത ക്വസ്റ്റ്യൻ, -13/19. ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. അപ്പം നെഗറ്റീവ് സൈൻ ഉണ്ട്, അപ്പം നമ്മുടെ റെസിപ്രോക്കലിനും നെഗറ്റീവ് സൈൻ തന്നെ കൊടുക്കുക. -19/13. അതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആവും, ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ആവും. അപ്പോൾ -19/13 ആണ് -13/19ൻ്റെ റെസിപ്രോക്കൽ. അവരുടെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് 1 കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, -5/8 ഇൻറ്റു -3/7. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ അവരുടെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് ആകും. ഇനി 5 ഇൻറ്റു 3 എന്താവും? 15. ന്യൂമറേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ അല്ലേ ചെയ്യേണ്ടത്? ബൈ ഡിനോമിനേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ. 8 ഇൻറ്റു 7 56. അപ്പോൾ 15/56 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ നമ്പർ പ്രോഡക്റ്റ് എടുത്തപ്പോൾ. ഇനി ഇതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക, അതായത് 56/15. അപ്പോൾ 56/15 ആണ് ഇതിൻ്റെ റെസിപ്രോക്കൽ. ചിലപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻസിൽ മിക്സഡ് ഫ്രാക്ഷൻ ആക്കിയിട്ടായിരിക്കും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ അങ്ങനെയും കൂടെ കൺവേർട്ട് ചെയ്ത് എഴുതുക. അപ്പോൾ 56നെ 15 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 311/15 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ പ്രോപ്പർട്ടി അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ യൂസ്ഡ് ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ്. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, -3/5 ഇൻറ്റു 2/3 ഈക്വൽ ടു 2/3 ഇൻറ്റു -3/5. അപ്പോൾ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കുമ്പോൾ എന്ത് ഫോം ആയിരിക്കും? A ഇൻറ്റു B ഈക്വൽ ടു B ഇൻറ്റു A. അപ്പോൾ ഇത് ഏതാണ് പ്രോപ്പർട്ടി വരുന്നത്? കമ്മ്യൂട്ടേറ്റീവ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, -19/29 ഇൻറ്റു 29/-19 ഈക്വൽ ടു 1. അപ്പം രണ്ട് നമ്പർ ഉണ്ട്, അവരുടെ പ്രോഡക്റ്റ് വന്നിട്ട് 1 ആണ്. അപ്പോൾ ഈ നമ്പറുകൾ തമ്മിൽ നോക്കുമ്പോൾ -19/29 അതിൻ്റെ റെസിപ്രോക്കൽ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് അല്ലേ 29/-19. പിന്നെ അവരുടെ പ്രോഡക്റ്റ് 1 ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഏത് പ്രോപ്പർട്ടി ആയിരിക്കും? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ഈസ് 8/9 ദി മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് -1 and 1/8. അപ്പോൾ ആദ്യം നമുക്ക് -1 and 1/8നെ ഇംപ്രോപ്പർ ആക്കാം. അപ്പോൾ 8 ഇൻറ്റു 1 8 + 1 9, -9/8. ഇനി -9/8 ഇൻറ്റു 8/9, അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? 8/9 മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് -1 and 1/8 എന്നാണ്. അപ്പോൾ ഒരു നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആകണമെങ്കിൽ എന്തായിരിക്കും? ആ നമ്പറും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സും കൂടെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 1 കിട്ടണം. അപ്പോൾ അത് കിട്ടണ്ടോ എന്ന് നോക്കാം. അപ്പോൾ -9/8 ഇൻറ്റു 8/9. അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ 8ഉം 8ഉം ക്യാൻസൽ ചെയ്യാം, 9ഉം 9ഉം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് -1 കിട്ടും. അപ്പോൾ ശരിക്കും നമുക്ക് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണെങ്കിൽ പ്രോഡക്റ്റ് എന്തായിരിക്കും കിട്ടേണ്ടത്? 1. ഇവിടെ കിട്ടിയത് -1.
അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈസ് 8/9 ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് -1 and 1/8? നോ. റീസൺ എന്താണ്? അവരുടെ പ്രോഡക്റ്റ് നമുക്ക് -1 ആണ് കിട്ടിയത്. ശരിക്കും പ്രോഡക്റ്റ് 1 ആണ് കിട്ടേണ്ടത്. മൾട്ടിപ്ലൈ 4/7 ബൈ ദ റെസിപ്രോക്കൽ ഓഫ് 1/63. അപ്പോൾ ഇവിടെ നമുക്ക് 4/7 റെസിപ്രോക്കൽ ഓഫ് 1/63 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് റെസിപ്രോക്കൽ ഓഫ് 1/63 കണ്ടുപിടിക്കാം. എന്തായിരിക്കും 1/63യുടെ റെസിപ്രോക്കൽ? 63/1. നമുക്ക് 63 എന്ന് എഴുതാം. ഇനി മൾട്ടിപ്ലൈ 4/7 ബൈ ദ റെസിപ്രോക്കൽ ഓഫ് 1/63. അപ്പോൾ 4/7 ഇൻറ്റു 63. അപ്പോൾ 763 9 ടൈംസ് പോവും. 4 ഇൻറ്റു 9 36. അപ്പോൾ 36 ആണ് ഇതിൻ്റെ ആൻസർ. ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ.